ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇടുന്നത്. ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട് കടമ്പനാടാണ്. ഞാനൊരു ശനിയാഴ്ച ഇങ്ങോട്ട് വന്നു. അപ്പം ഞാൻ 2-3 ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പം ഞാനിപ്പം ഒരു കുഞ്ഞൊരു വീഡിയോ ഇടാൻ വേണ്ടിയാണിത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇവിടെ തന്നെ ചെയ്യുന്ന കുറച്ച് പച്ചക്കറികൾ നിങ്ങളെ പരിചയപ്പെടുത്തുക. നമുക്കും നല്ലതായിട്ട് കൃഷി ചെയ്താൽ വീട്ടിൽ തന്നെ ഈച്ചയും മറ്റതും കയറാതെ കുറച്ച് നല്ല പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ അച്ഛൻ ഇവിടെ ചെയ്യുന്ന കുറച്ച് പച്ചക്കറികളും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിക്കുകയാണ് ഈ കൊച്ചു വീഡിയോ. അപ്പം എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ഇടുക. പക്ഷേ എനിക്കെന്നും വീഡിയോകൾ ഇടാൻ പറ്റുന്നില്ല. പറ്റുന്ന പോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ ഇത് നോക്കുക, ഇതാണ് പയറാണ്. ഫസ്റ്റിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് പയർ. ഇതാണ് പയർ. ഇതിനകത്ത് പയറായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. സംഭവങ്ങളെല്ലാം ഇടിച്ച് ഇട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആകുന്നുണ്ട്. ഇന്നും വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ അച്ഛനിങ്ങനെ പന്തലൊക്കെ പടത്തി പൂവൊക്കെ പിടിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇതാണ് ചീനി എന്ന് പറയും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പല പേരാണ്. ഇവിടെ ചീനി എന്നാണ് പറയുന്നത്. മരച്ചീനി എന്നും പറയും. ചീനിയാണിത്. അടുത്തതായിട്ടിത് ചീരയാണ്. ഇതിൽ നിന്ന് അമ്മ കണ്ടിച്ചിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. ഇതിനകത്ത് നല്ല ഇലകളാണ്. നല്ല ഇലയാണിത്. ഇതിൽ ഈച്ചയൊന്നും കുത്താതെ വളമൊന്നും ചെയ്യുന്നില്ല. ഇതിനകത്ത് തന്നുള്ളതാണ്. അതുപോലെ ഇതാണ് വാഴയുണ്ട്. ഇതാണ് കറിവേപ്പില. നമ്മുടെ നാടൻ കറിവേപ്പിലയാണ്. ഇതിന് നല്ല മണമുള്ളതാണ്. നല്ല മണം ആണ്. പിന്നെ ഇതാണ് മത്തനത് പടത്തിട്ടിട്ടുണ്ട്. പൂവൊന്നും ആയിട്ടില്ല. പക്ഷേ ഈ മത്തൻ്റെ ഇല തോരൻ വെക്കാൻ നല്ലതാണ്. നല്ല കാൽസ്യവും നല്ല ഗുണങ്ങളും ഉള്ളതാണ്. അപ്പം ഈ പൂ വരുമ്പോൾ ഇതിനെ തീച്ച വന്നിരിക്കാതിരിക്കാനാണ് അമ്മ ഇതിനകത്ത് ചാമ്പലിൻ്റെ പൊടി വിതറിയിട്ടുണ്ട്. ചാമ്പലിൻ്റെ പൊടി ഇങ്ങനെ വിതറിയിട്ടുണ്ട്. ഇതാണ് ഇരുമ്പിൻ പുളിഞ്ചിക്ക എന്നും പറയും. പുളിഞ്ചിക്കയാണിത്. അടുത്തതാണ് വെണ്ടയ്ക്ക. അതിനകത്ത് 2-3 ഉണ്ട്. കുഞ്ഞു ഇവിടെ നിൽക്കുന്ന അരി ഉണങ്ങിയാണ്. ഈ അരിയാണ് നമ്മൾക്കിവിടെ വിത്തായിട്ടെടുത്ത് പാകുമ്പോൾ ഇതുപോലെ വെണ്ടയ്ക്ക. അതുപോലെ തന്നെ ഇത് ചേനയാണ്. ചേനയുടെ തണ്ട് നമ്മൾ തോരൻ വയ്ക്കും. അതുപോലെ ഇതാണ് കറുത്ത ഉണ്ടമുളകാണിത്. അടുത്തത് ഇതാണ് വെള്ളരിക്ക. ഇതിലൊരെണ്ണം ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞു, വെള്ളരിക്ക അത്. പിന്നെ എങ്കിലും ഇതിൻ്റെ ഇലയിലെല്ലാം എന്തോ പുഴുവിൻ്റെ ഇത് വന്ന് ഇലകളെല്ലാം ഇതായിട്ട് ഉണ്ട്. ഇതിലൊരെണ്ണം ഉണ്ടായിരുന്നു. അമ്മ കഴിഞ്ഞ ദിവസം അത് പിച്ചെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കാന്താരിമുളകുണ്ട്. ഇപ്പോൾ ഉണക്കായതുകൊണ്ട് ഇല്ല അതിനകത്ത്. ചെറിയ പൂക്കളായിട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്തതാണ് പാവലാണിത്. പാവലിനകത്ത് പൂവുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പൂവുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട്. പാവയ്ക്കയാണ്. അതുപോലെ തന്നെ എൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ സൈഡിലായിട്ട് അച്ഛൻ എൻ്റെ കൂട്ടത്തിൽ തന്നെ കോവയ്ക്കായുമുണ്ട്. നല്ല നാടൻ കോവയ്ക്കയാണ്. ഇതും ഉണ്ട്. കോവലുണ്ട്. ഞാനിതിൻ്റെ കോവയ്ക്കയാണ്. അതിൻ്റെ കുറേ പിടിച്ചിട്ടുണ്ട്. ഇതായി വരുന്നുണ്ട്. കോവയ്ക്കയാണിത്. എല്ലാം അതുപോലെ ഒരുപാട് പലതരത്തിലുള്ള വാഴകളും ഉണ്ട്. വാഴപ്പഴങ്ങളും നമുക്ക് കഴിക്കാം ഇവിടെ. അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ഇതാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സുന്ദരി വാഴ എന്ന് പറയും. ഇത് പഴുത്താലും അതിൻ്റെ പുറമേയുള്ള എല്ലാ പഴങ്ങളും പഴുക്കുമ്പോൾ മഞ്ഞ കളറാണ്. പക്ഷേ ഇത് പഴുത്താലും പുറം ഈ പച്ച കളറായിട്ട് തന്നെ ഇരിക്കും. അതാണ് സുന്ദരി വാഴ. 2 കുലച്ചിട്ടുണ്ട്.
പിന്നെ പല സൈസ് വാഴകളും ഒക്കെ ഉണ്ട്. അതിനകത്ത് പല ഇതുമുണ്ട്. അതുപോലെ തന്നെ ചക്കയുണ്ട്, കറിവേപ്പില, നാടൻ കറിവേപ്പില ഇഷ്ടംപോലെയുണ്ട്. അച്ഛൻ ഇവിടെ തന്നെ ഇങ്ങനെ മഞ്ഞളും കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് കിളിച്ച് വരുന്നതേ ഉള്ളൂ മുകളിലോട്ട്. ഇതെല്ലാം അച്ഛൻ്റെ കുഞ്ഞു കുഞ്ഞു എല്ലാം ഇവിടെ തന്നെ ചെയ്ത് എല്ലാം ഇതായിട്ടുള്ള ഇവിടത്തേക്കുള്ള ആവശ്യങ്ങൾക്കായിട്ടെല്ലാം കിട്ടുന്നുണ്ട്. എല്ലാവരും ഓരോരോ വീടുകളിൽ തന്നെ ചെയ്യാമെങ്കിൽ അവരുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ നമുക്ക് എടുക്കാമെന്നാണ് ഞാനും ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ്റെ കുറച്ച് ഇത് കണ്ടപ്പോൾ എനിക്കത് വീഡിയോ ഇടണമെന്ന് തോന്നി. എല്ലാവരും കണ്ടിട്ട് ഷെയറും ലൈക്കും ഒക്കെ തരിക എനിക്ക്. പിന്നെ ഇന്ന് എനിക്ക് വീഡിയോകൾ ഇടാൻ പറ്റുന്നില്ല. പറ്റുമ്പോൾ തന്നെ വീഡിയോകളെല്ലാം ഇടാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്.